Another important concept of C++ is this pointer. This is a special pointer that points to the object of a class whenever it is created, and whenever we call member function of a class using that object, it is automatically passed to the member function. Okay, അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് നമ്മളൊരു മെമ്പർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ, ആ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ മെമ്പർ ഫംഗ്ഷൻ്റെ കോളിലേക്ക് ഈ പോയിന്ററിനെ ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യുന്ന പോയിന്ററിൻ്റെ പേരാണ് ദിസ് പോയിന്റർ. ആൻഡ് ദിസ് പോയിന്റർ വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ കറൻ്റ്ലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ദിസ് പോയിന്ററിൽ ഉണ്ടാവും. And whenever you call a member function of that class using that object, ആ മെമ്പർ ഫംഗ്ഷനിലേക്ക് ആ ദിസ് പോയിന്ററിനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പം ഇനി ഇവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ക്ലാസ് വിത്ത് ഏജ് ആൻഡ് നെയിം ആൻഡ് ദിസ് ഇസ് ഗെറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ സിംപ്ലി ഏജ് നെയിം എന്നാണ് യൂഷ്വലി ക്ലാസ്സിലെ വേരിയബിൾസിനെ അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സിനെ റെഫർ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇവിടെ ഏജ് നെയിമിനെ റെഫർ ചെയ്തിട്ടുള്ളൂ, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അറിയാതെ ദിസ് പോയിന്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഓൾസോ റെഫർ ദിസ് ആരോ ഓപ്പറേറ്റർ ഏജ്. ദിസ് ഇസ് ഓൾസോ കറക്റ്റ്, കാരണം ഈ ഫംഗ്ഷൻ്റെ അകത്ത് ദിസ് പോയിന്റർ ഉണ്ട്. അപ്പം നമുക്കറിയാം ക്ലാസ്സിലെ വേരിയബിൾസിനെ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ ഏതാണ് ഓപ്പറേറ്റർ? ആരോ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ സിമിലർലി വി ക്യാൻ ഓൾസോ റൈറ്റ് നെയിം ആസ് ദിസ് ആരോ നെയിം. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്ററാണ് ദിസ് പോയിന്റർ. ഓക്കെ, സോ ദിസ് ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് ആൻ ഒബ്ജെക്ട് ദാറ്റ് ഇൻവോക്സ് എ മെമ്പർ ഫംഗ്ഷൻ. അപ്പം ഒരു മെമ്പർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്ത ഒബ്ജക്റ്റിനെയാണ് യൂഷ്വലി ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത്. മെമ്പർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ ആ കൂടെ മെമ്പർ ഫംഗ്ഷനിലേക്ക് അത് പോകും, അവിടെ അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ദിസ് എന്ന് പറഞ്ഞ് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ കേസിൽ സിംപ്ലി നമുക്ക് ദിസ് വെച്ച് ഏജ് ദിസ് വെച്ച് നെയിം എന്ന് എഴുതിയാൽ ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു സിംപ്ലി റൈറ്റിംഗ് ഏജ് ആൻഡ് നെയിം. ഓക്കെ, അപ്പം ഏജ് നെയിം എന്ന് വെറുതെ എഴുതുന്നതിന് ഇക്വലൻറ്റ് തന്നെയാണ് ദിസ് ആരോ ഏജ് ആൻഡ് ദിസ് ആരോ ഓപ്പറേറ്റർ നെയിം. സോ കൺസിഡർ അനദർ എക്സാമ്പിൾ ഇൻ വിച്ച് ദിസ് പോയിന്റർ ഈസ് യൂസ്ഡ്. So consider a class person with two data members, name and age, and there's a constructor given to assign name and age that is passed from the main to the data members, and there is a function greater and its purpose is to compare the age of two different persons and return the person with a higher age. Okay, ഇപ്പോൾ രണ്ട് പേഴ്സൺ ഒബ്ജക്റ്റ് പാസ് ചെയ്യും, അതിൽ കൂടുതൽ ഏജുള്ള ആളുടെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ഫോർ ദാറ്റ് റിട്ടേൺ ടൈപ്പ് പേഴ്സൺ ആംബസൺ, ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം. അതിന് ഇപ്പം ആവശ്യമുള്ള കാര്യം മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പേഴ്സൺ ആംബസൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പാണ്. ഗ്രേറ്റർ ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ അക്സെപ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് പേഴ്സൺ. സോ അതാണ് കോൾ ബൈ റെഫറൻസ് ആണ്. എക്സ് വിൽ അക്സെപ്റ്റ് ദ ഒബ്ജക്റ്റ്. ആൻഡ് ഹിയർ വി ആർ ചെക്കിംഗ് എക്സ് ഡോട്ട് ഏജ്, അതായത് വന്ന ഒബ്ജക്റ്റിൻ്റെ ഏജ് ഗ്രേറ്റർ ആൻ ഓർ ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞാൽ ആരുടെ ഏജാണ്? ഈ ഏജ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെയിനിൽ നിന്ന് ആരാണോ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തത് ആ ആളുടെ ഡേറ്റ മെമ്പേഴ്സിനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ സഹായമില്ലാതെ റെഫർ ചെയ്യാൻ പറ്റും. സോ ഹൂ ഹാസ് ഇൻവോക്ക് ദ ഫംഗ്ഷൻ, ആ ആളുടെ ഏജാണ് സിംപ്ലി ഏജ്. അപ്പം ഈ കേസിൽ ഇവിടെ നമുക്ക് ദിസ് പോയിന്ററിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഏതാണ്? സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഏജ് വി ക്യാൻ യൂസ് ദിസ് പോയിന്റർ ഹിയർ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദിസ് ആരോ ഓപ്പറേറ്റർ ഏജ്. ഓക്കെ, അപ്പോൾ ഈ ഏജ് ക്യാൻ ബി റീപ്ലേസ് ലൈക്ക് ദിസ് ആരോ ഏജ്. Now return x. So this is one use of this pointer. Now from the main function we are creating object p1
person P1 John 37. So what will happen? It will invoke constructor, and John will be assigned to S and 37 will be assigned to A, and S will be copied to name and A will be copied to age. So age will be 37. So first object got initialized. Then second statement is person P2 Ahmad 29. So similarly second object is created by initializing proper values using constructor. Again name got initialized to Ahmad and age will be 29. Then we are creating another object. What is the purpose of the third object? We know that this function is returning an object of the class. Here X is an object of class person. Okay, so in order to receive an object, there should be an object of class person on the left hand side. So person P equal to, and we are invoking function greater. In order to invoke the function greater, we should use object of the class, that is we are using P1 dot greater, and we are passing object of the class, that is the second object P2. Okay, but P1 dot greater P2. But P1 is the one who is invoking the function and we are passing P2 as an argument. Okay, so P1 ആണ് ഗ്രേറ്ററിനെ ഇൻവോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദിസ് പോയിന്റർ ആരുടെ കൂടെയാണ് വരുന്നത്? ഇപ്പോൾ P1 എന്ന ഫംഗ്ഷന്റെ കൂടെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആരാണോ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സ് ദിസ് പോയിന്ററിൽ ഉണ്ടാവും. അത് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ദിസ് പോയിന്റർ വരും. ആൻഡ് എവിടെയാണോ നമ്മൾ സിംപ്ലി ഫംഗ്ഷന്റെ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നത് അവിടെ വേണമെങ്കിൽ നമുക്ക് ദിസ് പോയിന്റർ വെച്ചിട്ട് വേരിയബിൾ നെയിംസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ P1 ആണ് ഇൻവോക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ ദിസ് ഡോട്ട് ഏജ് എന്ന് എഴുതുന്നതെല്ലാം ആരുടെ ഏജ് ആണ്? P1ന്റെ ഏജ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ചെക്ക് ചെയ്യാണ് വന്നയാളുടെ ഏജ്, അതായത് വന്നത് P2 ആണ്. P2ന്റെ ഏജ് ഗ്രേറ്റർ ദാൻ ദിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? P1 ആണ്. P1 ഡോട്ട് ഏജ്. P2ന്റെ ഏജ് ഗ്രേറ്റർ ആണെങ്കിൽ റിട്ടേൺ P2. P2നെ റിട്ടേൺ ചെയ്യും. ഇവിടെ ശരിക്കും ആരുടെ ഏജ് ആണ് ഗ്രേറ്റർ? P1 37 ആണ് ഏജ്, P2ന് 29 ആണ്. ഫ്രം ദ എക്സാമ്പിൾ P1 ജോൺ 37 ആണ്, P2 അഹമ്മദ് 29 ആണ്. സോ P2ന്റെ ഏജ് ലെസ് ആണ്, P1 ആണ് വലുത്. അപ്പൊ ഇവിടെ ശരിക്കും ഇതിനകത്തൊരു എൽസ് കേസിന് സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ഒബ്ജക്റ്റ് P1 ആണ്, അതായത് P1ന്റെ ഏജ് ആണ് ഗ്രേറ്റർ. സോ ഇൻ ഓർഡർ ടു റിട്ടേൺ P1's age, we can again make use of this pointer and we can write like this, else return star this. So this is another important usage of this pointer. So what is the meaning of this statement? Return star this എന്ന് പറയുമ്പോൾ ആരാണോ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്ത് ആ ഒബ്ജക്റ്റിനെയാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ വന്നയാളുടെ ഏജ് ആണ് ഗ്രേറ്റർ എങ്കിൽ അയാളെ റിട്ടേൺ ചെയ്തു. അപ്പോൾ അതല്ല സെക്കൻഡ് ആളുടെ ആണ് ഏജ് ആണ് വലുതെങ്കിൽ ദിസ് പോയിന്റർ വെച്ചിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ദിസ് പോയിന്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ. Okay, now this is the program that illustrates the use of this pointer. We have seen the concept. Now the detailed example is shown in this program. So class person, as we have seen, character name 20, name of size 20 and int age are the data members. Then public functions, one constructor function is given with two parameters, char star s and int a. Char star s is for name and int a is for accepting the age, and whatever is passed to s will be assigned to name using string copy function, which is familiar to us, and a is assigned to age. So that is the duty of constructor function. Then the second function is greater and the return type is shown. This function is returning an object of class type person. So the return type is shown as person ampersand. Okay, and the name of the function is greater. Then the function is receiving an object of type person. So person ampersand x.
So the definition of the function is to compare the age of two persons, and one is the implicit object who have invoked the function, and the other one is the object that is explicitly passed to the function. Okay, അപ്പം ഇവിടെ രണ്ട് പാരാമീറ്റർ, ആക്ച്വലി ഒരു പാരാമീറ്ററെ പാസ് ചെയ്ത് വരുന്നുള്ളൂ. ഗ്രേറ്ററിന് ആക്ച്വലി ഒരു പാരാമീറ്ററേ ഉള്ളൂ, പക്ഷെ രണ്ട് പേരുടെ ഏജാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും? കാരണം ഒരു പാരാമീറ്റർ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആരാണോ ആ ആളുടെ. അപ്പോൾ ഇത് നമ്മൾ കോംപ്ലക്സ് നമ്പർ അഡീഷനിലൊക്കെ ഇങ്ങനത്തെ കേസസ് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു പാരാമീറ്റർ കോൾ ചെയ്തത് ആരാണോ ആ ആളുടെ എടുക്കും, രണ്ടാമത്തത് വന്നയാളുടെ എടുക്കും. ഓക്കെ, അപ്പോൾ ദിസ് പോയിൻ്റർ എന്ന കൺസെപ്റ്റ് തന്നെ ആ ഒരു കൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. അതായത് കോള് ചെയ്തത് ആരാണോ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് ആരാണോ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വരുന്ന ഒരു പോയിൻ്ററാണ് ദിസ് പോയിൻ്റർ. അതായത് വെനെവർ ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്, ആ ക്ലാസ്സിലേക്ക് ഒരു ദിസ് പോയിൻ്റർ ക്രിയേറ്റഡ് ആവും. ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ഒരു ദിസ് പോയിൻ്ററിലേക്ക് അസൈൻഡ് ആവും. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ കൂടെ ദിസ് പോയിൻ്ററും കോൾഡ് ആവും. ഓക്കെ, കൂടെ പോരും. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ അകത്ത് ദിസ് പോയിൻ്റർ ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്താലും ഇല്ലേലും അതവിടെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കോൾ ചെയ്ത് നമ്മളെപ്പോഴും സിംപ്ലി ഇപ്പോൾ ഇവിടെ നെയിമുണ്ട് ഏജ് ഉണ്ട്, ചുമ്മാ നെയിം ഏജ് എന്നിവിടെ ദിസ് ഹൈഫൺ ആരോ ഇട്ട് ഏജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ചുമ്മാ ഏജ് എന്നാണ് സാധാരണ എഴുതാറ്. അപ്പോൾ ഇത് ദിസ് പോയിൻ്ററിൻ്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് എന്തെന്ന് കാണിച്ചിട്ടുണ്ട്? ദിസ് ആരോ ഓപ്പറേറ്റർ ഏജ്. അപ്പം ഈ ഒരു കേസ് ഇങ്ങനെ എഴുതിയാലും, അതായത് ഇഫ് എക്സ് ഡോട്ട് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏജ് എന്ന് എഴുതിയാലും ശരിയാണ്, ദിസ് ആരോ ഏജ് എന്ന് എഴുതിയാലും ശരിയാണ്. കാരണം ഒരു ഫംഗ്ഷനെ ഒരു ഒബ്ജക്റ്റ് ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു പോയിൻ്ററാണ് ദിസ് പോയിൻ്റർ. ഓക്കെ, സോ ദ ഡെഫിനേഷൻ ഓഫ് ഗ്രേറ്റർ ഇസ് പാസ് ചെയ്ത ഒബ്ജക്റ്റ് ഇസ് എക്സ്. അപ്പോൾ എക്സിൻ്റെ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഏജ്. ഓക്കെ, അപ്പോൾ ഇത് പോയിൻ്റർ ആയതുകൊണ്ടാണ് ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് വലുതെങ്കിൽ അത് ആ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ആരെ റിട്ടേൺ ചെയ്യണം? ഈ ഏജിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പം ഇങ്ങനെ ഒരു പോയിൻ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റില്ല, സ്റ്റാർ ദിസ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു യൂസേജും കൂടെ ദിസ് പോയിൻ്ററിനുണ്ട്. ഓക്കെ, റിട്ടേൺ സ്റ്റാർ ദിസ് എന്ന് പറഞ്ഞാൽ ആ ഇൻവോക്ക് ചെയ്ത ഒബ്ജക്റ്റിലേട്ടുള്ള പോയിൻ്റർ റിട്ടേൺ ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനേഷൻ ഓഫ് ഗ്രേറ്റർ. ദെൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഈസ് ജസ്റ്റ് ഡിസ്പ്ലേയിങ് നെയിം ആൻഡ് ഏജ്. Then from the main function we are creating two objects of class person, P1 John 38, P2 Ahmad with 29, നെയിമും ഏജും ആണ്. ഈ പേഴ്സൺ P1 John 38 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? കൺസ്ട്രക്ടർ ഓഫ് ദ ക്ലാസ് ഗെറ്റ് ഇൻവോക്ഡ്. P2 വരുമ്പോൾ ആ കൺസ്ട്രക്ടർ ഇൻവോക്ഡ്. അപ്പോൾ അതാത് ഒബ്ജക്റ്റിൻ്റെ നെയിമിന് ജോണും ഏജിന് 38 എന്നുള്ള വാല്യൂ കിട്ടും. P2 ഒബ്ജക്റ്റിൻ്റെ നെയിമിന് അഹമ്മദും ഏജിന് 29 എന്ന വാല്യൂവും കിട്ടും. അതിനുശേഷം നമ്മൾ പേഴ്സൺ P ഈക്വൽ ടു P1 ഡോട്ട് ഗ്രേറ്റർ P2. ദിസ് ഇസ് ആൻ ഇൻവൊക്കേഷൻ ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ദ ക്ലാസ്. എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? ബിക്കോസ് ദിസ് മെമ്പർ ഫംഗ്ഷൻ ഈസ് റിട്ടേണിങ് an object. അപ്പോൾ അത് തിരിച്ചിവിടെ വരുമ്പോൾ നോട്ട് ടു റിസീവ് ദ റിട്ടേൺ വാല്യൂ ദർ ഷുഡ് ബി an object on the left hand side. അതുകൊണ്ട് ഒരു പുതിയ ഒബ്ജക്റ്റ് പേഴ്സൺ P ഈസ് ക്രിയേറ്റഡ് ആൻഡ് അത് ആയിരിക്കും തിരിച്ചു വരുന്ന ഒബ്ജക്റ്റിനെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആയിരിക്കും പിന്നീട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇന്നയാളുടെ ഏജ് ആണ് വലുത് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്, അയാളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ P1 എന്ന ആളാണ് ഇൻവോക്ക് ചെയ്യുന്നത്. P1 is the object which is invoking the function greater by passing P2 as the object. അപ്പോൾ ഇവിടെ ദിസ് പോയിൻ്റർ ആക്ച്വലി ആരുടെ കൂടെ ആയിരിക്കും പാസ്സാവുന്നത്? P1ൻ്റെ കൂടെ ആയിരിക്കും. അതായത് ആരാണോ മെമ്പർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് ആ ആളുടെ കൂടെ, ആ ഒബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും ദിസ് പോയിൻ്ററും പാസ്സാവുന്നത്. അപ്പം പിന്നെ അതിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ദിസ് പോയിൻ്ററിനെ ഉപയോഗിക്കാം. ഇപ്പോൾ P2നെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പാസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഗ്രേറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് എന്ത് റിട്ടേൺ ചെയ്യുന്നോ അത് പി റിസീവ് ചെയ്യും. അതിനുശേഷം എൽഡർ പേഴ്സൺ ഈസ് എന്നുണ്ട് പി ഡോട്ട് ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ ആളുടെ പേരും ഏജും ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ ജോണിന് 38 അഹമ്മദിന് 29 ആണ്. അപ്പോൾ ജോൺ 38 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്.